ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ അവസ്ഥയിലിരുന്ന് എന്നെ ഈ അവസ്ഥയിലേക്ക് മാറ്റാനായിട്ട് സഹായിച്ച 3 ഡ്രിങ്കുകളെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് പറയാൻ പോണത്. ഇതിൽ ആദ്യത്തേത് ഗ്രീൻ ടീ ആണ്. പോവാൻ വരട്ടെ, എല്ലാവരും ഇപ്പൊ വിചാരിച്ചിട്ടുണ്ടാവും, ഓ ഗ്രീൻ ടീ അത് കുടിച്ചിട്ടൊന്നും വണ്ണം കുറയാൻ പോണില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഗ്രീൻ ടീ കുടിക്കുന്നത് നമ്മുടെ ശരീരത്തിലുള്ള കൊഴുപ്പ് മൊത്തം ഒരു ദിവസം കൊണ്ട് എടുത്ത് പുറത്ത് കളയാനായിട്ടല്ല. ഗ്രീൻ ടീ കുടിക്കുമ്പോൾ നമുക്ക് നല്ല രീതിക്ക് ക്രേവിങ് കുറഞ്ഞു കിട്ടും. ഈ ഡയറ്റ് ചെയ്യുന്നവരുടെ ഒക്കെ പ്രശ്നം അതല്ലേ, നമുക്ക് കൊതി പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. അങ്ങനെയായിരിക്കും നമ്മൾ എന്തെങ്കിലുമൊക്കെ കഴിച്ചു പോകുന്നത്. അത് കുറയ്ക്കാനായിട്ടാണ് ഗ്രീൻ ടീ ഞാൻ കുടിച്ചു തുടങ്ങിയത്. നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഈ ഫുഡ് കഴിച്ചു കഴിഞ്ഞ് വീണ്ടും എന്തെങ്കിലുമൊക്കെ വലിച്ചു വാരിയിട്ട് കഴിക്കണമെന്ന് തോന്നുന്നത് കുറഞ്ഞു കിട്ടി. വെറുതെ ഇരിക്കുമ്പോഴുള്ള ക്രേവിങ്ങും കുറഞ്ഞു കിട്ടി. അതല്ലാതെ ഗ്രീൻ ടീ നമ്മുടെ ബോഡിയിലുള്ള ഫാറ്റിനെയൊക്കെ പെട്ടെന്ന് ചെന്നിട്ട് ഇല്ലാതാക്കി പെട്ടെന്ന് മെലിയാനായിട്ട് സഹായിക്കത്തൊന്നുമില്ല. ഈ ഒരു സൈഡിൽ കൂടെ ഗ്രീൻ ടീ കുടിച്ചിട്ട് മറ്റേ സൈഡിൽ കൂടെ ബിരിയാണി കഴിച്ചാൽ ഒരു റിസൾട്ടും ഉണ്ടാവില്ല. അപ്പൊ എന്റെ വെയിറ്റ് ലോസ് ജേണിയിൽ ഞാൻ ഗ്രീൻ ടീ കുടിച്ചിരുന്നത് ആദ്യത്തെ ഒരു ടൈമിലാണ്. പിന്നെ ക്രേവിങ് കുറഞ്ഞു തുടങ്ങിയപ്പോഴത്തേക്ക് ഗ്രീൻ ടീ കുടിക്കുന്നത് ഞാൻ കുറച്ചു. അപ്പൊ ആ തുടക്കത്തിലായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ അത് ആവശ്യം ഉണ്ടായിരുന്നത്. നമുക്കൊക്കെ അങ്ങനെയല്ലേ, ആ ഒരു ഡയറ്റിംഗ് തുടങ്ങുന്ന സമയത്ത് ഒരുപാട് ക്രേവിങ് ഉണ്ടാവും. അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റാത്തവരാണ് എപ്പോഴും ഫെയിലായി പോകുന്നത്. അപ്പൊ അതിനായിട്ട് ഗ്രീൻ ടീ ഒരുപാട് സഹായിക്കും. പിന്നെ ഗ്രീൻ ടീ ഉണ്ടാക്കുമ്പോൾ പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ, വെള്ളം തിളയ്ക്കുന്നതിന്റെ കൂടെ തന്നെ ആ ഇല ഇട്ടിട്ട് തിളപ്പിക്കും. അങ്ങനെ ചെയ്യാൻ പാടില്ല. ചൂടുവെള്ളം അടുപ്പിൽ നിന്ന് മാറ്റി ഒരു കപ്പിലേക്ക് ഒഴിച്ചു വെച്ചതിന് ശേഷം അതിലേക്ക് വേണം ഇല ഇട്ട് കൊടുക്കാനായിട്ട്. അതൊരു 5-10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഫിൽട്ടർ ചെയ്തിട്ട് നമുക്ക് കുടിക്കാൻ പറ്റും. അതല്ലാതെ ഡയറക്റ്റ് ആയിട്ട് ഇട്ട് കൊടുത്തിട്ട് തിളപ്പിക്കാൻ പാടില്ല. കാര്യം അതിന്റെ ആന്റി ഓക്സിഡൻസ് ഒക്കെ പോവും, പിന്നെ അതിനൊരു യൂസ് ഉണ്ടാവില്ല. ഇനി രണ്ടാമത്തെ ഡ്രിങ്ക് എന്താന്ന് വെച്ചാൽ നമ്മളുടെ പാവം നാരങ്ങ വെള്ളം. നാരങ്ങ വെള്ളം എങ്ങനെയാണ് വെയിറ്റ് ലോസിനെ സഹായിക്കുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നു എന്ന് വിചാരിക്കാം. നമുക്ക് ഈ ഡയറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ അമിതമായിട്ടൊരു വിശപ്പ് വരുമല്ലോ, അതും തുടക്കത്തിലൊക്കെ. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക, ഇന്നൊരു ദിവസം കുറച്ച് കൂടുതൽ കഴിക്കാം, ഒന്നും സംഭവിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് കൂടുതൽ കഴിക്കും. അവിടെ നിന്ന് അങ്ങോട്ട് നമ്മളുടെ കയ്യിൽ നിന്ന് പോകും. അപ്പം ലെമൺ ജ്യൂസ് നമ്മളെ സഹായിക്കാൻ എത്തുന്നത് ഈ പോയിന്റിലാണ്. അതായത് എനിക്ക് ഭയങ്കര വിശപ്പുള്ളപ്പോൾ ഞാൻ ചിലപ്പോൾ 3 ചപ്പാത്തി 4 ചപ്പാത്തിയൊക്കെ എടുക്കുമായിരിക്കും. അതിൻ്റെ കൂടെ തന്നെ ഒരു ഗ്ലാസ് ലൈം ജ്യൂസും കൂടെ കുടിക്കുകയാണെങ്കിലോ നമ്മൾ 2 ചപ്പാത്തിയിലേക്ക് വരും. 2 ചപ്പാത്തി കഴിക്കുമ്പോൾ തന്നെ വയറ് വീർക്കും. അതിൻ്റെ കൂടെ നല്ല രീതിക്ക് എന്തെങ്കിലുമൊക്കെ കൂട്ടാനോ ഒരു മുട്ടയോ ഒക്കെ കഴിക്കുകയാണെങ്കിൽ ധാരാളം. ഒരു ലെമൺ ജ്യൂസും കൂടെ കുടിച്ചാൽ പിന്നെ ഒന്നിനും സ്ഥലം ഉണ്ടാകത്തില്ല. കഴിക്കുന്ന ഫുഡിന്റെ ക്വാണ്ടിറ്റി ഒരുപാടായി പോകാതിരിക്കാനായിട്ടായിരുന്നു ലെമൺ ജ്യൂസ്. ഇതിനകത്തേക്ക് ഞാൻ 2 ക്യൂബ് പുതിന ചിലപ്പം ആഡ് ചെയ്യും. എനിക്ക് തോന്നുകയാണെങ്കിൽ ഒരു ടേസ്റ്റിന് ഒരു ഡിഫറൻസ് വേണമെന്ന് തോന്നുകയാണെങ്കിൽ ആഡ് ചെയ്യും. തേൻ ആഡ് ചെയ്യും. അതല്ലാതെ ഷുഗർ ഒന്നും ആഡ് ചെയ്യത്തില്ല. മുന്നേ പറഞ്ഞ ഗ്രീൻ ടീയിലും ഷുഗർ ഒന്നും ഇല്ല കേട്ടോ, പ്ലെയിൻ ആണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിലേക്കും ഹണി ചേർക്കാം. ഇനി നാരങ്ങ വെള്ളത്തിൽ ഹണി ചേർക്കാതെ കുടിക്കാൻ പറ്റും എന്നുള്ളവർക്ക് അതാണ് ബെസ്റ്റ്. ഹണിക്ക് പകരം ഉപ്പ് ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് വേറൊരു ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയും ഇതൊക്കെ കുടിച്ച് അതിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടുമാണ് കേട്ടോ എല്ലാത്തിലും ഈ തേന് ചേർക്കുന്നത്. നിങ്ങൾ വാങ്ങുന്ന തേന് പ്യുവർ അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഒരു ഗുണവും ഇല്ല. അപ്പോൾ തേൻ അവോയ്ഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നല്ലത്, അല്ലെങ്കിൽ നല്ല തേനാണെന്ന് മനസ്സിലാക്കി അത് കിട്ടുന്ന ഒരു സോഴ്സിൽ നിന്ന് വാങ്ങിയിട്ട് ഉപയോഗിക്കുക. പിന്നെ നാരങ്ങ വെള്ളത്തിനുള്ള മറ്റു ക്വാളിറ്റീസ് എന്തൊക്കെയാന്ന് വെച്ചാൽ അതൊരു ഡീടോക്സ് ഡ്രിങ്ക് ആണ്. പിന്നെ നല്ല രീതിക്ക് നമ്മുടെ ഡൈജഷന് സഹായിക്കും, മെറ്റബോളിസം ഇംപ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കും. ഓവറോൾ ആയിട്ട് വെയിറ്റ് ലോസിന് നാരങ്ങ വെള്ളം അടിപൊളിയാണ്. ഒരു പോയിന്റ് വിട്ടുപോയ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ പുറത്തൊക്കെ പോയിട്ട് ഫുഡ് കഴിക്കത്തില്ലേ, അപ്പോഴത്തേക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ കുടിക്കണമെന്ന് തോന്നും. അതിനായിട്ട് ചിലർ പെപ്സിയോ കോക്കൊക്കെ വാങ്ങിയിട്ട് കുടിക്കും, ചിലർ ജ്യൂസ് വാങ്ങിയിട്ട് കുടിക്കും. അതിൻ്റെയൊക്കെ കാലറി ഭയങ്കര കൂടുതലാണ്. അതിന് പകരം നമുക്ക് വളരെ കാലറി കുറഞ്ഞൊരു സാധനം വാങ്ങി കുടിക്കാൻ പറ്റുന്നത് ലെമൺ ജ്യൂസ് ആണ്. അപ്പോൾ നിങ്ങൾ വെയിറ്റ് ലോസ് ജേണിയിൽ നിൽക്കുന്ന സമയത്ത് ഉപ്പിട്ടിട്ട് ഒരു ലെമൺ ജ്യൂസ് വേണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഓർഡർ ചെയ്ത് വാങ്ങി കുടിക്കുകയാണെങ്കിൽ അതിനകത്ത് കാലറി എന്ന് പറയുന്നത് ഏകദേശം ഒരു 5 കാലറി ഉണ്ടാവുള്ളൂ. അതേസമയം ഒരു ജ്യൂസ് നിങ്ങൾ കുടിക്കുകയാണെങ്കിലോ കാലറി ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ ഒരു വെയിറ്റ് ലോസ് ജേണിയുടെ സമയത്ത് ഒരു ദിവസമൊക്കെ പുറത്തു പോയി കഴിക്കുമ്പോൾ നിങ്ങൾക്ക് കുടിക്കാൻ പറ്റുന്ന ഒരു സാധനം ലെമൺ ജ്യൂസ് ആണ്. ഇനി എന്നെ വെയിറ്റ് കുറയ്ക്കാൻ സഹായിച്ച 3ാമത്തെ ഡ്രിങ്ക് എന്ന് പറയുന്നത് ചിയ വാട്ടർ ആണ്. മറ്റ് 2 ഡ്രിങ്കുകളിൽ നിന്നും ഇതിനൊരു ഡിഫറൻസ് ഉള്ളതെന്ന് വെച്ചാൽ, ഇത് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് വിശപ്പങ്ങ് ഇല്ലാതാവും. അതായത് നമ്മൾ ഉച്ചയ്ക്ക് നല്ല പോലെ കഴിച്ചിട്ടുണ്ട്, ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ ചായയുടെ കൂടെ എന്തെങ്കിലുമൊക്കെ പലഹാരമൊക്കെ വാങ്ങി വെച്ചിട്ട് കഴിക്കണം, വിശക്കുന്നുണ്ടല്ലോ എന്ന് തോന്നുകയാണെങ്കിൽ അന്നേ ദിവസം ചായ അങ്ങ് അവോയ്ഡ് ചെയ്തിട്ട് ആ സ്ഥലത്ത് ഒരു ചിയ വാട്ടർ കുടിച്ചാൽ പെട്ടെന്ന് ആ വിശപ്പങ്ങ് മാറും. പിന്നെ നമുക്ക് അവിടെ ഒന്നും കഴിക്കണമെന്ന് തന്നെ തോന്നുന്നില്ല, വേണേ അല്പം ഫ്രൂട്ട്സ് എങ്ങാനും കഴിക്കാം. അതല്ലാതെ വിശക്കുന്നല്ലോ, എങ്ങനെ ഇനിയിപ്പം രാത്രി വരെ ഡിന്നർ വരെ എങ്ങനെ വെയിറ്റ് ചെയ്യാന്നുള്ള തോന്നല് മാറ്റാനായിട്ട് ബെസ്റ്റ് ചിയ വാട്ടർ ആണ്. ഞാൻ ചിയ വാട്ടർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 2 ടീസ്പൂൺ ചിയ സീഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. നല്ല ചിയ സീഡ്സ് നോക്കിയിട്ട് വാങ്ങണേ. നമ്മൾ ക്വാളിറ്റി കുറഞ്ഞൊക്കെ വാങ്ങുമ്പോൾ അതിനകത്ത് കല്ലും പൊടിയും ഡസ്റ്റ് ഒക്കെ ഒരുപാട് ഉണ്ടാവാം. മിനിമം ഒരു 20 മിനിറ്റ് മുന്നേ തന്നെ വെള്ളത്തിൽ കുതിരാനായിട്ട്
ഇത് ഇട്ട് വയ്ക്കുക. വെള്ളത്തിൽ ഇട്ട് വെച്ചതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്യണം, അല്ലെങ്കിൽ അത് കട്ട പിടിക്കും. ആദ്യം തന്നെ നല്ലോണം മിക്സ് ചെയ്ത് അടച്ച് മാറ്റി വയ്ക്കുക. എപ്പോഴാണോ ആവശ്യം എന്ന് വെച്ചാൽ അതിൽ നിന്ന് ആവശ്യത്തിനുള്ള എടുത്തിട്ട് കുറച്ചുകൂടെ വെള്ളം ആഡ് ചെയ്ത് തേൻ ചേർത്തിട്ട് കുടിക്കാം. അല്ല തേൻ ഇല്ലാതെ കുടിക്കാൻ പറ്റുന്നവർക്ക് അങ്ങനെയും കുടിക്കാം. ഞാൻ പൊതുവേ തേൻ ഉപയോഗിക്കാറില്ല, മാക്സിമം തേൻ ഞാൻ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ചിലപ്പോൾ ടേസ്റ്റ് ആയിട്ട് എന്തെങ്കിലും കുടിക്കണമെന്ന് തോന്നിയാൽ തേൻ ചേർത്തിട്ട് കുടിക്കും. ഇതും ഒരു ഡീടോക്സ് ഡ്രിങ്ക് ആണ്. ബോഡിക്ക് നല്ല ഹൈഡ്രേഷൻ കിട്ടാനായിട്ട് സഹായിക്കും. പെട്ടെന്ന് തന്നെ ഞാൻ പറഞ്ഞില്ലേ, മുന്നേ പറഞ്ഞ പോലെ ഒരു വിശപ്പ് മാറ്റിയെടുക്കാനായിട്ട് സഹായിക്കും. അതായത് ആവശ്യമില്ലാത്ത വിശപ്പ് എന്ന് പറഞ്ഞാൽ വിശന്ന് കിടന്ന് ഇത് കുടിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ ആവശ്യത്തിനുള്ള ഫുഡ് കഴിച്ചിട്ടും ഇടയ്ക്കൊക്കെ വീണ്ടും വീണ്ടും വിശക്കുന്നു എന്നുണ്ടെങ്കിൽ ഇത് കുടിച്ചാൽ മാറ്റിയെടുക്കാൻ പറ്റും. പിന്നെ ഇതിനകത്ത് ഒത്തിരി ഒമേഗ-3യും ആന്റി ഓക്സിഡൻസും ഒക്കെ ഉണ്ട്. അപ്പൊ ഇതും വളരെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ബോഡിക്ക്. അത് മാത്രമല്ല നമ്മളെ വെയിറ്റ് ലോസിന്റെ സൈഡിൽ കൂടെ ഒരുപാട് സഹായിക്കുകയും ചെയ്യും. അപ്പൊ ഈ 3 ഡ്രിങ്ക് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായോ? നിങ്ങൾക്ക് എന്ത് ഡിഫറൻസ് ആണ് നിങ്ങളുടെ വെയിറ്റ് ലോസ് ജേർണിയിൽ ഈ 3 ഡ്രിങ്ക് കൊണ്ടുവരുന്നത്? നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ മറക്കാതെ കമന്റ് ബോക്സിൽ പറയുക. അപ്പൊ എല്ലാവർക്കും ബൈ.